എന്തുകൊണ്ടാണ് നമ്മുടെ ബുദ്ധി ഇപ്പൊ നിലവിലുള്ള കയ്യിലുള്ള ബുദ്ധി നമുക്ക് ഗുരുവിനെ സമർപ്പിക്കണം, എന്നിട്ട് മറ്റു കാര്യങ്ങൾ ഗുരുവിന് കേൾക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് 5 വൈകല്യങ്ങളുണ്ട്. എന്താണ്? അവിദ്യയുണ്ട്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനം, ഇഗ്നോറൻസ്. കാരണം നമ്മൾ മറന്നുപോയി, നമ്മൾ ജീവാത്മാവാണെന്നുള്ള കാര്യം മറന്നുപോയിട്ട് ഞാൻ ശരീരമാണെന്നും ബുദ്ധി അഹങ്കാരമാണെന്നും ചിന്തിക്കുന്ന അവിദ്യയിൽ ജീവിക്കുന്നു. ഈ നമ്മുടെ ബുദ്ധിക്ക് എന്ത് ബാധിച്ചിട്ടുണ്ട്? അവിദ്യ ബാധിച്ചിട്ടുണ്ട്. കാരണം ഭാഗവത്തിൽ 11-ാം സ്കന്ധത്തിൽ 22-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ എന്താ പറയുന്നത്? അനാദി അവിദ്യായുക്തസ്യ പുരുഷസ്മാത്മവേദനം സ്വതോനം സംഭവാന്യസ് തത്വജ്ഞാനം തതോ ഭവേത്. അതായത് അതിൽ പറയുന്നുണ്ട്, വ്യാസർ പറയുന്നുണ്ട്, അനാദി അവിദ്യായുക്തസ്യ, അനാദികാലം മുതലേ തുടങ്ങിയാണ് അവിദ്യ. ഇന്നലെ മിനിഞ്ഞാന്നല്ല, കോടാനകോടി ജന്മമായിട്ട് അവിദ്യ നമ്മളെ ബാധിച്ചിരിക്കുക അല്ലെ. അനാദി അവിദ്യ, അനാദി ജന്മങ്ങൾ നമ്മൾ ഇന്നലെ ഒന്നും ഈ ബുദ്ധി മോശം വന്നതല്ല. അതുകൊണ്ട് നമ്മൾ ശീലമായി ബുദ്ധിമോശത്തിന് ശീലമായി പോയി. അത് ബുദ്ധിമോശത്തിന് ബുദ്ധിയായിട്ട് ഭവിക്കുന്ന മണ്ടത്തരം നമുക്ക് സംഭവിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ ആത്മാവാണെന്ന് മറന്നുപോയിരിക്കുന്നു, ഈ ശരീരമാണെന്ന് ചിന്തിക്കുന്നു. അപ്പോ ഇത് വ്യാസര് പറയുന്നു, ഇത് ഇന്നലെ ഞാൻ തുടങ്ങിയല്ല, ഇത് അനാദികാലം മുതൽക്ക് തുടങ്ങിയാണ്. അതിന്റെ ശക്തി വളരെ വലുതാണ്. അവിടെ നമുക്ക് ഒരിക്കലും നമ്മൾ സമ്മതിക്കില്ലല്ലോ, നമുക്ക് ബുദ്ധി ഇല്ലെന്ന് സമ്മതിക്കില്ല. കാരണം അത് അനാദികാലം മുതലേ തുടങ്ങിയതാ, ഇന്നലെ ഒന്നും തുടങ്ങിയല്ല. പിന്നെ അസ്മിത. എന്താണ് അസ്മിത? മിഥ്യാഭിമാനം, പ്രൈഡ്. നമുക്ക് ഈ മിഥ്യാഭിമാനം പറയുന്നത് എന്താണ്? ഫാൾസ് ഈഗോയുടെ ഡിഫക്റ്റ് ആണ്. ഈ ദുരാഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ മിഥ്യാഭിമാനത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. എന്താണ് മിഥ്യാഭിമാനം? ഈ ഭൗതിക ലോകത്തിൽ നമ്മുടെ ബദ്ധനസ്ഥനായിട്ടുള്ള ഈ അവസ്ഥകൾ, ഒരു ഡോക്ടർ ആണെങ്കിൽ അയാൾ വിചാരിക്കാൻ ഞാൻ വലിയ ഡോക്ടറാണ്, ഒരു കലക്ടർ വിജയനാണ് എന്ന് വെച്ചാൽ ശരീരം കൊണ്ട് കിട്ടിയ ആ പദവിയാണ് ഞാൻ എന്ന് ചിന്തിക്കുന്ന മണ്ടത്തരം. അപ്പോ ദിസ് ഈസ് എ കണ്ടീഷൻ സ്റ്റേറ്റ് ഓഫ് ലൈഫ്. ബദ്ധജീവാത്മാവിന്റെ ഒരു അവസ്ഥയാണ് എന്ത്? ഞാൻ എന്തോ ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു ദുരാഭിമാനം. അപ്പൊ ദുരാഭിമാനം ബാധിച്ചിട്ടുണ്ട് നമ്മുടെ ബുദ്ധിനെ. ആദ്യം എന്ത് ബാധിച്ചിട്ടുണ്ട്? അവിദ്യ ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത് അസ്മിത, നമ്മുടെ ദുരാഭിമാനം ബാധിച്ചിട്ടുണ്ട്. പിന്നെ രാഗ എന്ന് പറഞ്ഞാൽ ആസക്തി. നമ്മൾ ഈ ഭൂമിയില് വേൾഡ്ലി തിങ്സ് എന്ന് വെച്ചാൽ ഈ ലൗകികമായിട്ടുള്ള പണം, സമ്പത്ത്, പേരും പ്രശസ്തിയും സുഖഭോഗങ്ങളിലെല്ലാം മനസ്സ് അനാദി ജന്മങ്ങളായിട്ട് ഉറച്ചിരിക്കുകയാണ്, ജീവിത ലക്ഷ്യമായിക്കൊണ്ട് നടന്നിരിക്കുകയാണ്. അപ്പോ നമുക്ക് രാഗ എന്ന് പറഞ്ഞാൽ ആസക്തി മനസ്സിൽ 100% ഉണ്ട്. അപ്പോ അതും ഒരു തടസ്സമാണ്. ഏത്? ബുദ്ധി ശോഭിക്കാത്തതിന്റെ തടസ്സങ്ങൾ. മൂന്നാമത് രാഗം എന്ന് പറഞ്ഞാൽ ആസക്തി. നാലാമത് ദ്വേഷം, നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റ്. എന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഞാൻ അവരെ ചിലപ്പോൾ കൊണ്ടുവന്ന് വരും. ആ ലെവലിലായിട്ടിരിക്കുന്നത്. ആസക്തി, വിരക്തി, ദ്വേഷം, ദേഷ്യം. അപ്പോ എനിക്ക് എന്റെ ആഗ്രഹങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രധാനം. അതിൽ ഭാര്യയെന്നോ ഭർത്താവെന്നോ മക്കളെന്നോ അച്ഛനെന്നോ ഒരു പരിഗണനയൊന്നും അവിടെ ഇല്ല. എന്റെ ആഗ്രഹമാണ് അവിടെ വലുത്. അതുകൊണ്ടല്ലേ കുടുംബങ്ങൾ കലഹങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോ ഈ ആ ദ്വേഷം എന്ന് വെച്ചാൽ അവർക്കുണ്ടാവുന്ന വെറുപ്പ്, ഹേറ്റ്രഡ്. ചിലരോട് നിസാര കാര്യത്തിന് പടങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഇതെല്ലാം നമ്മളുടെ ബുദ്ധിനെ ബാധിച്ചിരിക്കുകയാണ്. പിന്നെ അഭിനിവേശം പറഞ്ഞത് ഫിയർ ഓഫ് ഡെത്ത്, മരണഭയം. ഈ 5 വിഷയങ്ങളും നമ്മുടെ ബുദ്ധിനെ ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ബുദ്ധി എങ്ങനെയുണ്ടാകും? പാവല്ലേ, ഇത്രയും ബാധിച്ച ബുദ്ധിയും കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് ആ ബുദ്ധിയാണ് നമ്മുടെ തലയിൽ ഭ്രാന്തം പിടിച്ച്. ഒരു ചോദ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരു ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് ഗുരുവിനെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഗുരുവിനെ തേടി പോണോ, ഗുരു നമുക്ക് വന്നു ചേരുമോ? അതായത് ഭഗവാന്റെ കാര്യങ്ങൾ കൊണ്ട് ഗുരുവിനെ കിട്ടും, ഗുരുവിന്റെ കാര്യങ്ങൾ കൊണ്ട് ഭഗവാനെ കിട്ടും. ഇത് പരസ്പര പൂരകങ്ങളാണ്. അപ്പൊ നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം, we have a cheating desire and proper desire.